ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച നരേന്ദ്രമോദി എന്ന വിശ്വമഹാപുരുഷന് ശേഷം ബി.ജെ.പിയിൽ ആര് എന്ന ചോദ്യം ഉന്നയിച്ച് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളും ഇന്ത്യ മുന്നണിയും വെറുതെ ആവേശം കൊള്ളുകയാണ്. ബി.ജെ.പി എന്നാൽ വെറും ഒരു കുടുംബവാഴ്ച പാർട്ടിയല്ലെന്നും രാഷ്ട്രത്തെ നയിക്കാൻ കെൽപ്പുള്ള കരുത്തുറ്റ നേതൃനിരയുടെ വൻ ശേഖരം തന്നെയുണ്ടെന്നും ഈ രാഷ്ട്രീയ കുബുദ്ധികൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. മോദിജിക്ക് ശേഷം ആര് എന്ന കൗതുകകരമായ ചോദ്യത്തിന് രാഷ്ട്രീയ ചാണക്യന്മാരും ജ്യോതിഷ പണ്ഡിതരും നൽകുന്ന ഉത്തരങ്ങൾ വിരൽ ചൂണ്ടുന്നത് ബി.ജെ.പിയിലെ അതികായന്മാരായ 3 നേതാക്കളിലേക്കാണ്. അഴിമതിയിൽ മുങ്ങിയ പ്രതിപക്ഷ നിരയിൽ ഒരാളെ പോലും ഉയർത്തിക്കാട്ടാനില്ലാത്ത ഗതികേടിലിരിക്കെയാണ് ഭാരതത്തിന്റെ ഭാഗതയും നിർണയിക്കാൻ കെൽപ്പുള്ള 3 കരുത്തന്മാർ താമരപ്പടിയിൽ ഉയർന്നു വരുന്നത്. യോഗി ആദിത്യനാഥ് എന്ന കരുത്തുറ്റ ഭരണാധികാരിയും അമിത്ഷാ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനും നിതിൻ ഗഡ്കരി എന്ന വികസന നായകനും ജ്യോതിഷപരമായും രാഷ്ട്രീയപരമായും മോദിജിയുടെ പിൻഗാമികളാകാൻ സർവ്വലക്ഷണങ്ങളും തികഞ്ഞവരാണെന്നാണ് കണക്കുകൾ പറയുന്നത്. സഖാക്കൾക്കും കോൺഗ്രസുകാർക്കും ഒരു കാര്യം ഉറപ്പിക്കാം, ആര് വന്നാലും അത് ഭാരതത്തെ വിശ്വഗുരു പദവിയിലേക്ക് നയിക്കുന്ന ഒരു ദേശീയവാദി തന്നെയായിരിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പണ്ട് മുതൽക്കേ ജ്യോതിഷത്തിന് വലിയ പങ്കുണ്ട്. ചരിത്രപരമായി രാജാക്കന്മാരും ചക്രവർത്തിമാരും തങ്ങളുടെ തീരുമാനങ്ങൾക്കായി ജ്യോതിഷികളുടെ ഉപദേശം തേടിയിരുന്നു. ആ പാരമ്പര്യം ഇന്നും തുടരുന്നുമുണ്ട്. മോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടിൽ ബി.ജെ.പി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എങ്കിലും അദ്ദേഹത്തിന് ശേഷം പാർട്ടി ആരെയായിരിക്കും തങ്ങളുടെ മുഖമായി തെരഞ്ഞെടുക്കുക എന്നത് ചോദ്യമായി അവശേഷിക്കുന്നു. പട്ടികയിൽ ഒന്നാമനായി നിൽക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണ്. ഗുണ്ടാരാജ് അവസാനിപ്പിച്ച് ഉത്തർപ്രദേശിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ ബുൾഡോസർ നീതി ഭാരതമൊട്ടാകെ തരംഗമായി കഴിഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള അടിയുറച്ച പ്രതിബദ്ധതയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തവും അദ്ദേഹത്തെ കോടിക്കണക്കിന് ബി.ജെ.പി പ്രവർത്തകരുടെ പ്രിയങ്കരനാക്കുന്നുണ്ട്. മോദിജിയുടെ വികസന സ്വപ്നങ്ങളെ അതേ വേഗതയിൽ നടപ്പിലാക്കാൻ കെൽപ്പുള്ള കരുത്തുറ്റ പിൻഗാമിയാണ് യോഗി എന്ന കാര്യത്തിൽ രാഷ്ട്രീയ ശത്രുക്കൾക്ക് പോലും തർക്കമില്ല. ഭാരതത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവം ഉണ്ടാക്കിയ നേതാവാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ലോക നിലവാരത്തിലുള്ള ഹൈവേകളും പാലങ്ങളും നിർമ്മിച്ച് ഭാരതത്തിന്റെ മുഖച്ഛായ തന്നെ അദ്ദേഹം മാറ്റിമറിച്ചു. കഠിനാധ്വാനവും ദീർഘവീക്ഷണവുമാണ് ഗഡ്കരിയുടെ മുഖമുദ്ര. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും സ്വീകാര്യനായി അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ നേതാവാണ്. മോദിജി വിഭാവനം ചെയ്ത വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ ഗഡ്കരിയുടെ കർമ്മശേഷി വലിയ മുതൽക്കൂട്ടാകും. ബി.ജെ.പിയുടെ വിജയരഥം തെളിയിക്കുന്ന യഥാർത്ഥ സൂത്രധാരനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങളിലൂടെ ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷ അദ്ദേഹം ശക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയെ ഗ്രാമതലങ്ങളിൽ വരെ വളർത്തിയെടുത്ത അദ്ദേഹത്തിന്റെ സംഘടനാശേഷി അദ്വിതീയമാണ്. നരേന്ദ്രമോദിയുമായി ദീർഘകാലമുള്ള അടുത്ത ബന്ധവും അദ്ദേഹത്തിന്റെ ഭരണപരമായ പരിചയസമ്പത്തും ഷായെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഏറ്റവും സ്വാഭാവികമായ ചോയ്സുകളിൽ ഒന്നാക്കി മാറ്റുന്നുണ്ട്. കുടുംബവാഴ്ചയിൽ തളർന്നു നിൽക്കുന്ന കോൺഗ്രസിനും അഴിമതിയിൽ മുങ്ങിയ പ്രാദേശിക പാർട്ടികൾക്കും ബി.ജെ.പിയുടെ ഈ നേതൃനിര ഒരു പേടി സ്വപ്നമാണ്. മോദിജിക്ക് ശേഷം ആര് എന്ന ചോദ്യം ഉന്നയിക്കുന്നവർക്ക് മുന്നിൽ ഇത്തരം അതികായന്മാരായ നേതാക്കളെ അണിനിരത്താൻ ബി.ജെ.പിക്ക് മാത്രമേ കഴിയൂ. ആര് വന്നാലും ഭാരതത്തിന്റെ കുതിപ്പ് ഇനി ഒരിക്കലും തടയാൻ ആർക്കും സാധിക്കില്ല. മെയ് 4-ന് ശേഷം രാജ്യം പുതിയൊരു ഉണർവിലേക്ക് നീങ്ങുമ്പോൾ ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ ഭാരതം വിശ്വഗുരു പദവിയിലേക്ക് കൂടുതൽ വേഗത്തിലടുക്കും.